സ്കൂൾ ടൈമല്ലേ അച്ഛാ, ഒറ്റ ഓട്ടോറിക്ഷ നിർത്തുന്നില്ല. എത്ര വൈകിയാലും ഞാൻ വരാതിരിക്കോ? എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഇത്. ഏത്? ഈ കടൽ. നമ്മൾ ആദ്യം ഇങ്ങനെ കണ്ടുമുട്ടുമ്പോൾ അവിടെ ഒരു കടൽ. കടലുമായി ഒരു ഒബ്സഷൻ. പക്ഷേ ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. ശരിക്കും ഇത് ഫോറിനേഴ്സിന് മാത്രമേ കൊടുക്കാറുള്ളൂ. ഒരു ലക്കിന് കിട്ടിയതാ. അയ്യോ, ഇതെന്ത് പറ്റി? അത് നീ വന്നപ്പോ ആ വാതിലിന്റെ കുറ്റി ഞാൻ തുറന്നില്ലേ? തന്നെ. ഏയ്, എന്തായി ചെയ്യണ? നല്ല സ്വീറ്റ് ബ്ലഡ്. നല്ല രസമുണ്ട്, ഒരു സന്യാസിയെ പോലെ. പക്ഷേ ഇനി ഈ സന്യാസി വേഷം വേണ്ട. ഇത് കളയോ പ്ലീസ്. നീ എന്തായി പറയുന്നേ? എന്താ, ഞാൻ പറഞ്ഞാ ചെയ്യില്ലേ? അത് ആളുകൾ എന്ത് വിചാരിക്കും? എത്ര വർഷങ്ങളായി അവരെന്നെ രൂപത്തിൽ കാണുന്നു. പെട്ടെന്നൊരു ദിവസം എങ്ങനെയാ? ആളുകൾ എന്തിനാ ഇതിനെ പറ്റിയൊക്കെ ടെൻഷൻ അടിക്കുന്നത്? ഇത് പഠിച്ചൊരു കൊച്ചു പയ്യനാവും. പ്ലീസ്. ഏയ്, അത് ശരിയാവില്ല ആഗ്നസ്. ആഗ്നസ്, ഇത് ഇപ്പോൾ നമ്മൾ കുറച്ച് ധൃതി കാണിച്ചു അല്ലേ? എനിക്ക് തോന്നുന്നത് നമ്മൾ വൈകിയെന്നാ. നമ്മൾ വെറുതെ കൈയും കണ്ണും കലാശവും കാണിച്ച് കുറേ സമയം കളഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇതെന്താ, ലോകത്ത് എവിടെയും നടക്കാത്ത കാര്യമാണോ? എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് വെറുതെ കോംപ്ലിക്കേറ്റ് ചെയ്യണേ? നമ്മൾ തമ്മിൽ തലമുറകളുടെ വ്യത്യാസമുണ്ട്. അതിനെന്താ, അച്ഛൻ ഏത് സെഞ്ചുറിയിലാണ് ജീവിക്കുന്നത്? നിനക്ക് മുന്നിൽ എത്രയോ ചോയ്സസ് ഉണ്ട് ആഗ്നസ്, അല്ലേ? ഇതൊരു ക്രഷ് മാത്രമാണെങ്കിൽ
ലോകത്ത് വേറെ ആരെയും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ചേട്ടനെ പ്രേമിച്ചത് എന്നാണോ വിചാരിച്ചത്? നോ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിനക്ക് എന്നേക്കാൾ എത്രയോ നല്ല ആൾക്കാരെ. അതെ, എൻ്റെ ക്ലാസ്സിലെ നല്ല ചുവന്ന ചാമ്പയ്ക്ക പോലത്തെ ആമ്പിള്ളേരെ കുറേ ഉണ്ട്. അവരിൽ പലരും എന്നെ ആർത്തിയോടെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട്. പക്ഷേ അവരുടെ ആരുടെയും കണ്ണിൽ കാണാത്തൊന്ന് ഞാൻ ഈ കണ്ണിൽ കണ്ടു. ഐ വോണ്ട് ലവ് മാൻ. ഐ വോണ്ട് ടു നോ ഇറ്റ്. ഐ വോണ്ട് ടു ഫീൽ ഇറ്റ്. എനിക്ക് എന്നെ തന്നെ ചതിക്കാൻ പറ്റുമോ? നീ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിക്കാൻ പാടില്ലായിരുന്നു. നിന്നെ പറഞ്ഞ് പിന്തിരിപ്പിക്കണമായിരുന്നു. നോക്ക്, എൻ്റെ അടുത്ത് മാത്രം കള്ളം പറയരുത്. ഞാൻ മാത്രമല്ല ഈ ദിവസം ആഗ്രഹിച്ചിരുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിന് എനിക്കൊരു തെളിവും കിട്ടിയിട്ടുണ്ട്. അച്ഛൻ്റെ ബ്രാൻഡ് വോഡ്ക്കയാണോ? ഞാനകത്ത് കണ്ടു. വോഡ്ക്ക കഴിച്ചാൽ മണം ഉണ്ടാവില്ല അല്ലേ? എൻ്റെ ഫ്രണ്ട് സിദ്ധി പറയാറുണ്ട്. അവൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും അറിയില്ല അത്രേ അവൻ വെള്ളമടിക്കുന്ന കാര്യം. അച്ഛന് ഏത് ഫ്ലേവറാ ഇഷ്ടം? ഈ വിളി ഒന്ന് ഒഴിവാക്കിക്കൂടെ ആഗ്നസ്? വല്ലാത്തൊരു ടോർച്ചറാണിത്. അച്ഛ എന്നുള്ള വിളിയോ? അതെങ്ങനെയാ പെട്ടെന്ന് മാറ്റുക? ശീലിച്ചു പോയതല്ലേ അച്ഛാ? അറ്റ്ലീസ്റ്റ് ഇന്നെങ്കിലും. ഞാൻ ശ്രമിക്കാം അച്ഛാ. ഓ സോറി. ഫ്രണ്ടിൻ്റെ അച്ഛനായാലും അച്ഛന്ന് വിളിച്ചാൽ മതി എന്ന് അച്ഛൻ തന്നെയല്ലേ? ഓ സോറി 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 സോറി. ഐ എം സോറി. ഐ എം റിയലി സോറി. എനിക്കൊരു ക്ലാസ് എടുക്കാൻ മറക്കല്ലേ? ഹൈ, ഇതെന്തൂട്ട് പണിയഷ്ട? നമുക്കൊരു സ്മോൾ ഒഴിക്ക്. അയ്യോ, ചെറുനാരങ്ങയില്ലേ? ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സാരില്ല, ഇന്ന് നമുക്കൊരു വെറൈറ്റി ആക്കാം. വാവ്, അവിശ്വസനീയം. ഒന്ന് കുടിച്ചു നോക്കൂ. ഇന്നത്തെ രാത്രി ചരിത്രത്തിൽ പ്രവേശിക്കാൻ പോവാ. വോഡ്കയിൽ മുല്ലപ്പൂ ഇട്ടും കുടിക്കുക എന്ന കണ്ടുപിടുത്തം നടത്തിയ ആഗ്നസ് ഫെർണാണ്ടസ് എന്ന പെൺകുട്ടിയിലൂടെ
എന്തേ? എന്തെങ്കിലും വാങ്ങണോ സാർ? ഏയ് വേണ്ട, ഒന്നും വേണ്ട. സോഡയോ സിഗരറ്റോ വല്ലതും? വേണ്ട, എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക്സ്. എന്നാ ശരി. സാർ, ഇനി എന്താ? നാരങ്ങ വാങ്ങണോ സാർ? വേണ്ട. ആഗ്നസ്, 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 നീ എവിടെയാ? ആഗ്നസ്, ആഗ്നസ്. റിയാക്ട് ചെയ്തൊന്നുമില്ലല്ലോ. നോ നോ, ഞാനത് നന്നായി ആസ്വദിച്ചു. ഈ ആണുങ്ങള് ഭയങ്കര സംഭവമാണല്ലേ ചാ? വിശ്വസനീയമായൊരു ഡിസ്റ്റൻസ്. പ്രേമിക്കുന്നവരെ കാലം വെറുതെ വിടുന്നു. പക്ഷേ പ്രേമം കഴിയുമ്പോൾ കുടിശ്ശിക തീർത്ത് കണക്ക് പറയുന്നു. പ്രേമിക്കുന്നവർക്ക് പ്രേമത്തിന് ശേഷം പെട്ടെന്ന് വയസ്സാകുന്നു. ഈ വരികൾ കേട്ടിട്ടുണ്ടോ? വാവ്, തകർപ്പൻ. നീ ഇനി കഴിക്കണ്ട ആഗ്നസ്. നീ എന്നെ ഭയപ്പെടുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒരു മുതിർന്ന പെണ്ണിനെ പോലെ. ഞാൻ എപ്പോഴും ഇങ്ങനെയല്ലേ? അതുകൊണ്ടല്ലേ നമ്മളൊരു വേവ് ലെങ്ത് പ്രോബ്ലം ഇല്ലാത്തത്. യു വെരി അപ്സെറ്റ്. എന്ത് പറ്റി എന്റെ കാമുകന്? ഇനിയും അറിയിട്ടില്ലേ കുറ്റബോധം? ഈ യൂണിഫോം ചിലപ്പോൾ ഇതായിരിക്കും എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. എനിക്കും തോന്നി. ഭയങ്കര വിയർപ്പ്. അച്ഛന് ഫീൽ ചെയ്തു അല്ലേ? അയ്യേ, ഞാനൊരു ഡിയോഡറന്റ് പോലും എടുത്തില്ല. അതല്ല ഞാൻ പറഞ്ഞത്. അമ്മനും ഇത് യൂണിഫോം അല്ലേ? പെട്ടെന്ന് അമ്മുവിനെ ഓർമ്മ വന്നു അല്ലേ? കുഞ്ഞുനാൾ മുതൽ അമ്മൂന് ഈ യൂണിഫോം ഇട്ട് കൊടുക്കാറുള്ളത്. നിങ്ങൾ എപ്പോഴും ഒരുമിച്ചല്ലേ? ഞാനതിന് അച്ഛന്റെ പേര് വേറെ പേരിലാ സേവ് ചെയ്തിരിക്കുന്നേ. എന്ത് പേരിലാ? ഡി ഡി ഫോർ ഡെവിൽ. ഞാൻ ഏഞ്ചലെന്നും.
വേറെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലേ? എന്തിന്? ഞാൻ അമ്മൂന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ അവളുടെ ഡ്രസ്സല്ലേ ഇടാറ്. ഇന്നും അമ്മൂന്റെ വീട്ടിലേക്കാന്നും പറഞ്ഞല്ലേ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. അകത്തെ കബാഡിലൊരു ഡ്രസ്സ് കണ്ടു. നോക്കട്ടെ, ഞാൻ ഒന്ന് കുളിച്ചു മാറിയിട്ട് വരാം. ജാലകങ്ങൾ നീ തുറന്നു, ഞാനതിൻ്റെ ചാരെ നിന്നു, പാട്ടുപാടി നീ എനിക്കൊരു കൂട്ടുകാരിയായി. എന്നാ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഹലോ. ആ അമ്മു, പറയടാ. ഞാനോ? ഞാൻ ഹോസ്റ്റലിൽ. എന്തേ? ഞാൻ നിന്നെ എത്ര നോക്കി? നീ സ്റ്റാഫ് റൂമിൽ പോയതാ? എന്താ നിനക്കൊരു ചോദ്യം ചെയ്യൽ ഭാവം? എനിക്ക് പെരേച്ചാ, ഒരു മൂടില്ല സംസാരിക്കാൻ. നമുക്ക് നാളെ സംസാരിക്കാം. ചിലപ്പോ വല്ല കസിൻസിന്റെ വീട്ടിലും. ഞാനറിയാത്ത ഏത് കസിൻസ് അവൾക്ക്? എനിക്ക് പേടിയാവുന്നു അച്ഛാ. അച്ഛാ, ഹലോ. ഏയ്, നീ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അച്ഛൻ എപ്പോഴും അവൾക്ക് സപ്പോർട്ടാ. ഞാൻ പറയാനുള്ള പറഞ്ഞു. ഒടുക്കം എന്നെ കുറ്റം പറയരുത്. അച്ഛൻ വിളിക്കാം മോളെ. ആഗ്നസിനെ വിളിക്കാം. ശരി അച്ഛാ. അച്ഛാ, അച്ഛാ. ആഗ്നസ്, ആഗ്നസ്, എന്താ ആഗ്നസ്? അച്ഛാ, ഇതൊന്ന് പിടിക്കോ? ഇവിടെ ഒരു ഹാങ്ങർ പോലും ഇല്ല. ഒരു മിനിറ്റേ. ആ, ഇതാ ഇതുകൂടെ ഉണ്ട്. അച്ഛാ, ഇതുകൂടെ പ്ലീസ്.
ഒരു സസ്പെൻസ് ഉണ്ട്. ഉം. ഇവിടെ മുമ്പ് സുന്ദരിയായ ഒരു വേലക്കാരി ഉണ്ടായിരുന്നിരിക്കണം. എനിക്ക് അവളുടെ ഡ്രസ്സ് കിട്ടി. നോക്കൂ, എനിക്ക് കറക്റ്റ് പാകാ. അല്ല, ഇത് മാറ്റുന്നില്ലേ? ഈ ഗെറ്റ് ഭയങ്കര ബോറാ. അല്ലെങ്കിലും അച്ഛനും ഒരു ഡ്രസ് സെൻസും ഇല്ല. എന്റെ ക്ലാസ്സിൽ സിദ്ധിയെ കണ്ടിട്ടുണ്ടോ? അവന്റെ യൂണിഫോം പാൻറ് പോലും ലോ വേസ്റ്റാ. ഞങ്ങളുടെ ക്ലാസ്സിൽ അവന്റെ ഷെഡിയുടെ ഇലാസ്റ്റിക് ഒളിച്ചു നോക്കാത്ത ഒറ്റ പെൺകുട്ടിയും ഉണ്ടാവില്ല. ബോറത്തികള് അല്ലേ? അച്ഛൻ്റെ അമ്മ ആള് മോശക്കാരിയൊന്നും അല്ല. ഒരു ദിവസം അവളെ നോക്കുന്നത് ഞാൻ കയ്യോടെ പിടികൂടിയിട്ടുണ്ട്. അതിന് എത്ര പെച്ചെന്നുള്ള എനിക്ക് കിട്ടിയെന്നറിയോ? ആഗ്നസ്, പ്ലീസ്. ഇപ്പൊ തന്നെ അവളുടെ ഫോൺ വന്നതിന്റെ ടെൻഷനില്ല ഞാൻ. അത് സ്വിച്ച് ഓഫ് ചെയ്തൂടെ? സ്വിച്ച് ഓഫ് ചെയ്താൽ നിനക്ക് അറിഞ്ഞൂടെ? സരുവിന് സംശയമാവും. എനിക്ക് അമ്മയെ മനസ്സിലാവുന്നേ ഇല്ല. അമ്മൂനെ പോലെ എന്നെ നോക്കണ ആളല്ലേ. എന്നിട്ടെന്താ അച്ഛനോട് മാത്രം ഇത്ര വെറുപ്പ്? ഞങ്ങൾക്കറിയാത്ത എന്തോ സീക്രറ്റ്സ്. യെസ്, അതുറപ്പാ. എനിക്ക് ഈ രാത്രി നശിപ്പിക്കണല്ലേ? അയ്യോ സോറി, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ചൂടാവല്ലേ? ഏയ് അച്ഛാ. നിനക്കറിഞ്ഞൂടെ അവളെന്നെ എത്രമാത്രം ഇൻസൾട്ട് ചെയ്യണമെന്ന്? ഏയ് കം ഓൺ. എന്നോട് പക തീർക്ക അവള്. അതൊക്കെ പോട്ടെ, സംഭവം കൊണ്ടുവന്നിട്ടുണ്ടോ? എന്ത് സംഭവം? കൊള്ളാം. എനിക്കറിയായിരുന്നു. ഒരു മെഡിക്കൽ ഷോപ്പിൽ കയറി അത് വാങ്ങിക്കാനുള്ള കച്ചൊന്നും അച്ഛനില്ല. പ്രശ്നമില്ല, നമുക്ക് മാനേജ് ചെയ്യാം. നീ വാങ്ങിയോ? അതല്ല, പിൽസ് 4 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് കഴിക്കണം. ഓർമ്മിപ്പിക്കണേ. എനിക്കത് എടുത്തു തന്ന മെഡിക്കൽ ഷോപ്പിലെ അങ്കിള് ഇപ്പൊ ടെൻഷൻ അടിച്ച് മരിച്ചിട്ടുണ്ടാവും. അതെന്താ? പുള്ളിക്കാരന് എന്നോട് ചെറിയൊരു ക്രഷ് ഉണ്ടായിരുന്നു. ഞാൻ സ്ഥിരമായി പാഡ് വാങ്ങിയിരുന്നത് പുള്ളിയുടെ കടയിൽ നിന്നാ. ഇന്ന് രാത്രി ഈ കന്യക ഏത് തത്തമ്മ ചുണ്ടന്റെ കയ്യിലാണ് പിടയുന്നതെന്ന് ഓർത്തിട്ട് ആ പാവം ഉറങ്ങില്ല. ഈ ഷർട്ടൊന്ന് ഊരെന്നേ. ഈ നെഞ്ചിലെ കിളിക്കൂട് ഞാനൊന്ന് കാണട്ടെ. സാറേ, സാറ്
ആരായിരിക്കും അത്? ഒരു ശബ്ദം കേട്ടില്ലേ? ഇല്ലല്ലോ, ചിലപ്പോൾ തോന്നിയതാവും. ഏയ്, തോന്നിയതല്ല. ആ വാച്ചറായിരിക്കും അല്ലേ? ഞാൻ പോയി നോക്കിയിട്ട് വരാം. നീ വേഗം ഉടുപ്പെടുത്തിട്ട്. സാർ, എന്താ? ഒരു വിധത്തിലും സാറിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല. ഞാൻ 2 വിട്ടിട്ടുണ്ട്. നല്ല ക്ഷീണമുണ്ട്. ചിലപ്പോൾ ഉറങ്ങിപ്പോവും. സാറിന് വല്ലതും വേണമെങ്കിൽ ഇപ്പൊ പറയണം. ഞാൻ പറഞ്ഞല്ലോ, ഒന്നും വേണ്ട. നിങ്ങൾ ഉറങ്ങിക്കോളൂ. സാറിന് എന്തെങ്കിലും വേണമെങ്കിൽ പറയാൻ മടിക്കണ്ട, ഞാനത് ചെയ്യാം. വേണ്ടാന്ന് പറഞ്ഞില്ലേ? എന്നൊന്ന് വെറുതെ വിടൂ പ്ലീസ്. സാറ് ചൂടാകൊന്നും വേണ്ട, ഞാൻ പൊക്കോളാം. ഇത് വേണ്ട, എന്നെ അനുസരിക്കൂ പ്ലീസ്. ഞാൻ എൻ്റെ കോളേജിൽ എങ്ങനെ പോവും? സ്റ്റുഡൻസ് എന്ത് വിചാരിക്കും? അവർക്ക് ഇതൊക്കെ ഈസിയായി മനസ്സിലാകും. ഇനി അതല്ല, ധൈര്യമില്ലെങ്കിൽ താടി വരുന്നവരെ ലീവ് എടുക്കണം. നമുക്ക് കടൽക്കരയിലേക്ക് പോവാം. ഈ രാത്രിയിലോ? എനിക്ക് നീന്താൻ കൊതിയാവുന്നു. നിനക്ക് ഭ്രാന്തുണ്ടോ? ഉണ്ട്. കുറച്ച് പ്രേമഭ്രാന്ത്, കുറച്ച് കാമഭ്രാന്ത്, കുറച്ച് കടൽ ഭ്രാന്ത്. മുകളിൽ സ്വിമ്മിംഗ് പൂളുണ്ട്. പക്ഷെ വെള്ളം മാറ്റിയിട്ട് എത്ര നാളായി എന്നറിയില്ല. ശരിക്കും അവര് എന്നെപ്പോലെ കന്യകയായിരുന്നോ? നിനക്കറിയില്ല, ഞാനവളെ എന്നെക്കാൾ സ്നേഹിച്ചിരുന്നു എന്നത് മാത്രമാണ് സത്യം. മറ്റൊന്നും എനിക്കറിയില്ല. അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു എന്ന് പോലും അറിയില്ല.
അവളുടെ വിരൽത്തുമ്പിൽ പോലും ഞാൻ തൊട്ടിട്ടില്ല. പോ. ലോകത്തൊരു പ്രണയിക്കും ഇത്ര വിലപ്പെട്ട സമ്മാനം കിട്ടില്ല. നീ എനിക്ക് വേണ്ടി കരുതി വെച്ചത് അതുല്യമാണ് അഗ്നസ്. നിന്റെ കന്യകത്വം ഒരു വൃദ്ധൻ ഒരിക്കലും അറിയിക്കാത്തത്. എന്നെ പുകഴ്ത്തണ്ട. എനിക്ക് നാണോ? അമ്മനെ പറ്റി ആഗ്നസ് പറഞ്ഞെല്ലാം കള്ളല്ലേ? എന്നെ പറ്റിക്കാൻ വേണ്ടി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി അവള് മദ്യപിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവളൊരാണിനെ അങ്ങനെ നോക്കില്ല. ഞാൻ വളർത്തിയതാ അവളെ. ശരി, ദേഷ്യം പിടിക്കണ്ട. ഞാൻ തർക്കത്തിനില്ല. Tonight I can write the saddest lines. The night is shattered and the blue stars shiver in the distance. Tonight I want to lose my virginity. എന്നെ അത്രയധികം സ്നേഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഞാനത് കൊടുക്കൂ. അത് നിങ്ങളാണ്. എന്നെ സ്വതന്ത്രയാക്കൂ. എനിക്ക് ഈ ഭാരം ഇനി വേണ്ട. എന്നെ സ്നേഹിക്കൂ. എൻ്റെ ക്ലാസ്സിൽ അവശേഷിക്കുന്ന അവസാനത്തെ കന്യകയാണ് ഞാൻ. എനിക്കും സ്വതന്ത്രയാകണം. നീ എന്താ പറഞ്ഞത്? എന്റെ ക്ലാസ്സിലെ ഏക കന്യക ഞാനാണെന്ന്. അമ്മ നിന്റെ ക്ലാസ്സിലല്ലേ? അതെ, 12C. മറന്നുപോയോ? അവൾ നിന്നെ പോലെയാണെന്ന് സ്ഥാപിക്കണല്ലേ അല്ലേ? എന്നെ പോലെന്ന് വെച്ചാ ഒരു ചീത്ത പെണ്ണാണെന്നോ? I'm a virgin and she's not.
ആരാ ചീത്ത പെണ്ണ്? പറയേ. ഞാൻ നിന്നെ സ്നേഹിച്ചെന്ന് സത്യമാണ്. പക്ഷേ അമ്മുവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ കൊന്നു കളയും. എന്നെ കൊല്ലുമല്ലേ? നിങ്ങളെ വിശ്വസിച്ച് പ്രേമത്തിന് വേണ്ടി ഇവിടെ വന്ന എന്നെ നിങ്ങൾക്ക് കൊല്ലണമല്ലേ? ഞാൻ നുണച്ച് ചീത്തപ്പെട്ട് അല്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ. അമ്മു ആ സിദ്ധിയുടെ മൊബൈലിൽ ഞാൻ അവളുടെ എത്രയോ ന്യൂഡ് വീഡിയോസ് കണ്ടിട്ടുണ്ട്. സുഖത്തിന് വേണ്ടി അവൾ എന്തും ചെയ്യും. നിങ്ങളാണ് വളർത്തിയതെന്ന് പറഞ്ഞില്ലേ? നിങ്ങളും അതന്നെയല്ലേ ചെയ്യുന്നത്? വെറും സുഖത്തിന് വേണ്ടി. അലയുതും